ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പേടയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ബർഫീന്നോ പേടാന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് പാൽപ്പൊടി ഒന്നുമില്ലാതെ എന്നാൽ പാൽപ്പൊടിയുടെ അതേ സ്വാദുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പേടയുടെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളമുള്ള കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രാം ഫ്ലവർ എന്നൊക്കെ പറയും, ബേസൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പാൽപ്പൊടിയൊന്നുമല്ല, ഇതേപോലത്തെ കടലപ്പൊടിയാണ് ചേർക്കുന്നത്, കടലമാവ്. അപ്പോൾ നമുക്ക് ഇത് കടലമാവ് നമുക്കറിയാം എപ്പോഴും തരിതരികൾ ഇങ്ങനെ ഉണ്ടകളൊക്കെ പോലൊക്കെ എടുക്കും. അപ്പോൾ അത് നമുക്ക് പേട ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അരിച്ചിട്ട് വേണം നിങ്ങൾ കടലപ്പൊടി എടുക്കുമ്പോൾ, കടലമാവ് എടുക്കുമ്പോൾ ഇതേപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് നമുക്കൊന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഞാനൊന്ന് അരിച്ചെടുക്കുവാണ്. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡർ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പാലിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. അതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള പാല്, ഇത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഒക്കെ ആവാം. പിന്നെ എടുക്കുന്ന പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേടയ്ക്ക് നല്ല രുചി കാണും. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം ഉള്ള കടലപ്പൊടിക്ക് 1 കപ്പോളം ഉള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് 1/2 കപ്പോളം ഉള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇതിപ്പോൾ കടകളിലൊക്കെ കിട്ടുന്നുണ്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതിന് അല്ലെങ്കിൽ ഇത് കോക്കനട്ട് പൗഡർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ തേങ്ങ ചെരുകുന്നത് പോലെ ചെരുക. പിന്നെ ചെരുകുന്ന സമയത്ത് വെള്ളഭാഗം തന്നെ എടുത്ത് ചെരുകാൻ നോക്കുക, അധികം ആ ഒരു ബ്രൗൺ കളർ കിട്ടാതിരിക്കാൻ നോക്കുക. എന്നിട്ട് നമുക്കതൊരു ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് നന്നായി ചൂടാക്കുക. എന്നിട്ട് തേങ്ങ ഒട്ടും തന്നെ എണ്ണ ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒട്ടും കരിക്കാതെ നിറം മാറാതെ ഒന്ന് അതിലത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് രണ്ടും കൂടെ മിക്സിയിൽ നന്നായിട്ട് തന്നെ ഞാൻ 1 മിനിറ്റോളം സമയം എടുത്തിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 അല്ലെങ്കിൽ 5, ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അപ്പോൾ അത്രയും നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റൊക്കെ ആയി തുടങ്ങി കഴിയുമ്പം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന കടലപ്പൊടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടലപ്പൊടിക്ക് ഒരു പ്രത്യേക മണവും എല്ലാവർക്കും ആ ഒരു മണം ഇഷ്ടപ്പെടണം എന്നില്ല. ഈ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സൗത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഇതിൻ്റെ മണം വലിയ പിടുത്തമില്ല. എന്നാൽ നോർത്ത് ഇന്ത്യൻ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് കടലപ്പൊടി വെച്ചിട്ടാണ്, കടലമാവ് വെച്ചിട്ടാണ് മെയിനായിട്ടുള്ള പല കാര്യങ്ങളും ഫുഡ് അവരുണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു മണമൊക്കെ ഒന്ന്, ഇതിപ്പോൾ നമ്മൾ ഈ നെയ്യിൽ വറക്കുമ്പോൾ തന്നെയാണെങ്കിലും മണം ഒരു ഇച്ചിരി പ്രശ്നമാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ, അതിൻ്റെ ഒരു സ്മെല്ല്. പക്ഷേ ആ ഒരു മണവും അതിൻ്റെ ഒരു ചൊവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിൽ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിലിടുക, ഏറ്റവും ലോയിലിടുക. അതിനുശേഷം ഇതുപോലെ ആ നെയ്യിൽ ഒന്ന് ഇളക്കി കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇളക്കും തോറും ഇതിൻ്റെ ഒരു ടെക്സ്ചർ മാറും. ഇപ്പം നമുക്കൊരു പൊടി പോലെയല്ലേ ഇരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് നല്ലൊരു തിക്കായി ഇച്ചിരി നനവോട് കൂടെ വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 മിനിറ്റോളം ഒന്ന് സമയമെടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു നനവോട് കൂടെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു പേസ്റ്റ്, ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എത്രത്തോളം കൂടുതൽ സമയം ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ ഒരു പച്ചമണവും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കടലപ്പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പേട ഒരിക്കലും പറയില്ല ഇത് ബേസൻ കൊണ്ടാണ് അല്ലെങ്കിൽ കടലപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, വെള്ളം പോലെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് റിലീസ് ആവുന്നുണ്ട്. അത് വെള്ളമല്ല, നെയ്യാണ് കേട്ടോ. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്ത നെയ്യാണ് റിലീസ് ആവുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു 2.5 മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പോളം ഉള്ള പഞ്ചസാര. അപ്പം ഞാൻ എല്ലാം കൂടെ ചേർക്കുന്നില്ല. ഒത്തിരി മധുരം ഈ ഒരു പേടയാണെന്നുണ്ടെങ്കിൽ പോലും ഒത്തിരി മധുരം ചേരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അങ്ങ് മടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ മധുരം കുറച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അര കപ്പും മുതൽ 3/4 കപ്പ് വരെ ചേർക്കാവുന്നതാണ്.
അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയ ഇഷ്ടമല്ല മധുരം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു 1/4 കപ്പ് ചേർക്കുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ആ ടേസ്റ്റ് ചെയ്യുമ്പം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അന്നേരം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഒന്നും കൂടെ ഇത് നന്നായിട്ട് നമ്മുടെ തവി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെ കൊടുക്കുക. അപ്പോൾ ഇതിവിടെ എല്ലാം അതിൻ്റെ ആ ഒരു പഞ്ചസാര കലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പാലിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോയിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് എന്താ പറയുക, ഒരു അലുവയുടെ ഒരു കൺസിസ്റ്റൻസി, അതായത് നമ്മുടെ ഈ പാത്രത്തിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1.5 മിനിറ്റും കൂടെ സമയം എടുത്തിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കണ്ടോ, ആ പാലിൻ്റെ മിക്സ് എല്ലാം ഈ ഒരു കടലപ്പൊടിയൊക്കെ വലിച്ചെടുത്ത് നല്ലൊരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കത് ഒരു പാത്രത്തിനകത്തോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറു ചൂടോടെ കൂടെ തന്നെ നമുക്കിതൊന്ന് മാവ് കുഴയ്ക്കുന്നത് പോലെ ഒരു 1 മിനിറ്റ് സമയം എടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനത് കുഴച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അത് വീഡിയോയിൽ വന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ഈ ഒരു പേട സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കയ്യിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ അല്പം വെള്ളം ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇതൊരു ലഡുവിൻ്റെ ഷേപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ല പേടയുടെ പോലെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ അല്പം നെയ്യൊക്കെ തടവി ഒരു പേടയുടെ ഷേപ്പിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് പേടയുടെ ഷേപ്പിലൊക്കെ ഒന്ന് ആക്കി എടുത്ത് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നടുക്കിൽ ഞാൻ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും പിസ്തയൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ അത് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ള മാവും ഇതുപോലെ ഒന്ന് പേടയുടെ ഷേപ്പിലോട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും പേടയാണ് നമുക്ക് 1 കപ്പോളം ഉള്ള കടലമാവിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനതിൻ്റെ നടുക്ക് ഒരു പിസ്തയുടെ പകുതി ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ആ കളറൊക്കെ ഒന്ന് ആ ഒരു മഞ്ഞ കളറിന് ഒരു പച്ച കളർ കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടാണ് അത് ഒന്ന് കുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ പച്ച പുറത്തേക്ക് ആകത്തക്ക രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിന് പകരം കശുവണ്ടി ആണെന്നുണ്ടെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഉണക്കമുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ആണെങ്കിലും നടുക്കിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ പേട നല്ല സോഫ്റ്റാണ്. ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിൽ നിന്നും നടുവേ മുറിക്കുന്നുണ്ട്. അത്രയും സോഫ്റ്റാണ്, നല്ല പഞ്ഞിക്കുട്ടൻ പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നെയ്യിൽ അല്പം സമയം എടുത്തിട്ട് നമുക്ക് ആ ഒരു കടലമാവ് നന്നായിട്ട് തന്നെ വറുക്കണം. കാരണം കടലമാവിൻ്റെ ഒരു മണവും ആ ഫ്ലേവറും ചിലപ്പോൾ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ അത് ആ ഒരു മണമൊന്നും നമ്മുടെ പേടയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നെയ്യിൽ വറുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ടപ്പേന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.